ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മളിത് ആവിയിൽ വേവിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതുമാത്രമല്ല, എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ ബ്രെഡൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഇതിനകത്ത് ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ പുഡിങ്ങിന്. ഇതിനകത്ത് ജലാറ്റിനോ ചൈന ഗ്രാസോ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ ടെക്സ്ചറിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സ്പെഷ്യൽ ഒക്കേഷൻസിലും ഗസ്റ്റൊക്കെ വരുമ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ പഞ്ചസാര നമ്മൾക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിം ആണെങ്കിൽ കുറേ സമയമെടുക്കും, ഒരുപാട് ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് പഞ്ചസാരയൊന്ന് പരത്തിയിട്ടതിന് ശേഷം ഇതേപോലെ ഉരുകി വരുമ്പോൾ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഉരുകിക്കഴിഞ്ഞാലേ നമ്മൾക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പം പിന്നെ തീരെ കരിയത്തില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ബാക്കി ഈ പാത്രത്തിൻ്റെ ചൂട് കാരണം തന്നെ ഇതായിക്കോളും. ഇതിപ്പം ഇവിടെ കറക്റ്റ് പാകത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. ഇതിപ്പം എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ പാത്രം സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ കട്ടയായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് 10 ബിസ്ക്കറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 50 ഗ്രാം ആയിരിക്കും വരിക. ഏത് തരം ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിത് മിക്സിക്കകത്തോട്ട് ഇടാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറുതാക്കി പൊട്ടിക്കുക. ക്രീം ബിസ്ക്കറ്റ് എടുക്കരുത്. ക്രീം ബിസ്ക്കറ്റ് എടുത്താൽ അത്രയും ശരിയാവത്തില്ല. വേറെ ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ബിസ്ക്കറ്റ് എല്ലാം ഞാൻ ചെറുതാക്കി പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പാലാണ്. പാല് നമ്മൾക്ക് 3 കപ്പാണ് വേണ്ടത്. അതായത് 250 ml കപ്പിൽ 3 കപ്പ്. അപ്പം എല്ലാം കൂടെ 750 ml ആയിരിക്കും വേണ്ടി വരിക. ഈ പാല് എല്ലാം കൂടെ ഇതിനകത്ത് കൊള്ളത്തില്ലെങ്കിൽ ആദ്യം 2 കപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചതിന് ശേഷം പിന്നീട് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. അത് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. അതും 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ സാധാരണ മധുരമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മളുടെ ബിസ്ക്കറ്റിലും കുറച്ച് മധുരം ഉണ്ടായിരിക്കും. അപ്പം അത് നോക്കിയിട്ട് വേണം പഞ്ചസാര ഇടാനായിട്ട്. ഇനി പുഡിങ്ങിൽ ഭയങ്കര മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ 5 തൊട്ട് 6 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിന് മുന്നേ ആയിട്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വയ്ക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഈ അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ കൊള്ളാതെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ആ പാലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ആദ്യം വെച്ചിരിക്കുന്നത്. ഇത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതേപോലെ ഒരു വിസ്ക് വെച്ച് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം തീരെ അടുക്കി പിടിക്കത്തില്ല. നമ്മൾ ഇതിനകത്ത് കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാതെ വേണം ഇളക്കാനായിട്ട്. ഇപ്പം ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അപ്പം 3 മിനിറ്റ് ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ട് തിളപ്പിക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്നത് കൊണ്ടാണ് തിളയ്ക്കുന്നത് അറിയാത്തത്. ഇപ്പം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പം ഇതിവിടെ 3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞു. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുള്ള പാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് നേരെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് ചൂടാറും തോറും കൂടുതൽ കട്ടിയായിട്ട് വരും. അതുകൊണ്ടാണ് പാത്രമൊക്കെ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇനി ഇത് നേരെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതിവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാനായിട്ട്. അപ്പം എന്തെങ്കിലും ചെറിയ ഹോൾസ് ഉള്ള ഒരു മൂടി വെച്ചിട്ട് കവർ ചെയ്യുക. നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വയ്ക്കാം. ഇപ്പം ഞാനിതിവിടെ ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നേരെ ഒന്ന് പാത്രത്തോടെ കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് വെച്ച് അതിനകത്തേക്കാണ് ഇത് കമഴ്ത്തി കൊടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് പുഡിംഗ് കിട്ടിയിട്ടുണ്ട്.
പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും, തീരെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നല്ല കറക്റ്റ് പാകത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ പുഡിങ്. ഇനി ഇതിന്ന് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റ് ടെക്സ്ചറിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പുഡിങ്ങിന്. നമ്മൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ജോലികളുടെ ഇടയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ് കൂടിയാണിത്. ഇത്രയും മെഷർമെൻറ്റ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു വലുപ്പത്തിലുള്ള പുഡിങ് ആയിരിക്കും കിട്ടുക. അപ്പം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിത് ആവിയിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണില്ലേ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ പുഡിങ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്